ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പാചക വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലൊരു മസാലക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പല രീതിയിലും പല ആൾക്കാരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തതിന് ശേഷം 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളീൻ്റെ മുകൾ ഭാഗത്തുള്ള കറുപ്പ് ഭാഗങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, നമ്മളെടുക്കുന്ന സാധനത്തിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ 2 തക്കാളി, 2 ഉരുളക്കിഴങ്ങ്, 2 സവാള അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 മതി. അതിൽ കൂടുതൽ എരിവ് കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ 3 4 ഒക്കെ എടുക്കാം. നമ്മളെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് തേങ്ങ നന്നായിട്ട് ചെറുതായിട്ട് ചിരവി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വറുത്തെടുക്കണം. ആ സമയം കൊണ്ട് ഗ്രീൻ പീസ് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-6 വിസിലടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. പരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. സവാളയും ഉരുളക്കിഴങ്ങും തക്കാളിയും ഗ്രീൻ പീസും എല്ലാം കൂടെ കുക്കറിലിട്ടതിന് ശേഷം കുറച്ച് കോളിഫ്ലവറും അതുപോലെ തന്നെ ചെറിയ സോയാബീനും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ട് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നമ്മളെ പാകത്തിന് ഇടാം. നമുക്ക് നല്ല എരിവാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂണൊക്കെ ഇടാം. അപ്പോൾ ഞാനിതാ 1 ടീസ്പൂണ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യം കുറച്ച് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം കുക്കറിലിട്ട് ഒരു 3 4 വിസിലടുപ്പിക്കുക. അപ്പോൾ അത് വേവണ സമയം കൊണ്ട് തേങ്ങ വറുത്തെടുക്കണം. അതിനായി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചിരവി വെച്ച് തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. കുറച്ച് സമയമായപ്പോൾ കുക്കർ തുറന്നപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് വെച്ചതിന് ശേഷം തേങ്ങ വറുത്ത അതേ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കുറച്ച് സമയം ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ കണ്ടോ, ഒരു ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമ്മളെ മസാലയ്ക്ക് ചേർത്ത് കൊടുത്താൽ നല്ല സ്വാദിഷ്ടമായ മസാലക്കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി, നല്ല അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.